ഇന്ന് അനുമോളും അപ്പാനി ടീംസും തമ്മിൽ ആ ഒരു പ്രശ്നം നടന്നിട്ട് അനുമോള് വെളിയിൽ ആ ഒരു ഗാർഡൻ ഏരിയയിൽ പോയിരുന്നല്ലോ. അപ്പൊ അനുമോളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് റെനെ അവിടെ പോയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന നിലയ്ക്ക് അനുമോള് പറയുന്നു, അന്ന് ആ ഒരു ഫാമിലിയുടെ ഒരു കാര്യം വന്നപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അച്ഛനമ്മ എന്നൊക്കെ പറയും, ഒരു കല്യാണം കഴിച്ചാൽ പോലും ഞാൻ അച്ഛനമ്മ എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ റെന ബോയ്ഫ്രണ്ടിനെ പറഞ്ഞു, ബോയ്ഫ്രണ്ടിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ടായിരുന്നു ലൈവില്. അനുമോൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഷാനവാസിന്റെ പുതിയ ഒരു ഫോർ ദ പീപ്പിൾ ഗ്രൂപ്പ്. അവർ അനുമോളെ എരിവ് കയറ്റി വിടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ലൈവില് കാണുന്നത്. നീ നിന്റെ കളി കളിച്ചോ, റെന ഫാത്തിമയായിട്ട് അടി പിടിക്കുമ്പോൾ ഓടിപ്പോവരുത്, നന്നായിട്ട് തന്നെ തിരിച്ചു പറഞ്ഞോണമെന്ന് ഒനീല് പറയുന്നു. അക്ബർക്ക പറയുന്ന പോലെ ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെയാണ് ഒനീല് പറയുന്നത്. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പാനി ആണേലും അക്ബർ ആണേലും ആരാണേലും ഉരുളക്കുപ്പേര് പോലെ തിരിച്ചു കൊടുത്തോണമെന്നാണ്. എന്നിട്ട് ഒനീല് പറയുന്നു അടുത്ത തവണ നീ എന്തായാലും നോമിനേഷനിൽ വരും, കാരണം അവരുടെ ഗ്രൂപ്പാണ് ആരൊക്കെ നോമിനേഷനിൽ വരണമെന്ന് തീരുമാനിക്കുന്നതെന്ന് ഒനീല് പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നു അപ്പാനിയും അവനും തമ്മിലുള്ള ഗ്രൂപ്പിൽ ഇപ്പൊ എത്ര പേരായി, നമ്മുടേതൊരു ഫ്രണ്ട്ഷിപ്പാണ്, അവരുടേതൊരു വലിയൊരു ഗ്രൂപ്പാണ്, 10 പേരുടെ ഗ്രൂപ്പാണെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. പിന്നെ പുറത്തു പോകുമ്പോൾ നെഞ്ചു മിരിച്ചു പോകണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഇരുന്ന് അനുമോൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ഞങ്ങളാണ് നിന്റെ ബാക്കപ്പ്, നീ എന്ത് പ്രശ്നം വേണേലും ഇവിടെ ഉണ്ടാക്കി ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. പേഴ്സണൽ ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കുമ്പോഴല്ലാതെ പബ്ലിക് ആയിട്ടൊരു സംഭവം വരുമ്പം നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒറ്റയ്ക്ക് ഇട്ട് നിന്നെ ആക്രമിക്കാമെന്ന് ഞങ്ങൾ സമ്മതിക്കത്തൊന്നുമില്ല, ഇതിനകത്ത് ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല, നീ നിന്റെ ഗെയിം കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ശൈത്യനെ തളർത്തിയത് അനുമോളുടെ നിഴലാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ തളരേണ്ട ആവശ്യമൊന്നുമില്ല ശൈത്യ എന്നൊക്കെ പറഞ്ഞ് ശൈത്യനെയും ഇത് ചെയ്യുന്നുണ്ട്. ശൈത്യ ഇരിപ്പുണ്ടേ അപ്പുറത്ത്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തല ഉയർത്തി പിടിച്ച് ഇറങ്ങണം, അല്ലാതെ കരഞ്ഞോണ്ട് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ റെന ജിസേലിന്റെ നിഴലാണെന്നും അപ്പാനി ഇരുത്താനുള്ള ഒരു മരുന്ന് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നും അവൻ ഓൾറെഡി ആ ഒരു മരുന്നിന്റെ ഡോസ് ഇത്തിരി കൊടുത്തായിരുന്നെന്നും അവൻ പേടിച്ച് മാപ്പും പറഞ്ഞു വന്നെന്നും പേടിച്ചൂറിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ ചെറിയ കാര്യത്തെ വരെ ഊതി വീർപ്പിക്കുന്ന ഒരാളാണെന്നും പിന്നെ ഇവരുടെയൊക്കെ വിചാരം ഇവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഈ ഷോ പോകുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള പരിപാടി ഇനി വേണ്ട, ഞങ്ങൾ 3 പേരുടെ ഒരു ഗ്രൂപ്പാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവര് 10 പേരുടെ ഗ്രൂപ്പാണെന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. ഈ രീതിയിലാണ് ഷാനവാസ്, അഭിലാഷ്, ഒനീല് ഇവരൊക്കെ അനുമോൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. അപ്പാനിഷത്ത് അക്ബർ സംഘത്തിന്റെ കൂടെ അനുമോൾ ഒത്തുപോകത്തില്ലായിരുന്നു. അതേപോലെ അനുമോൾക്ക് ഇവിടെയും ഒത്തുപോകാൻ സാധിക്കാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ഷാനവാസിന്റെ ഒരു ഡൗൺഫോളിന് കാരണമായിരുന്നു ഈ ഒരു സൗഹൃദം. ഒന്നാമത് ഈ അഭിലാഷിനും ഒനീലിനും ഈ ബിഗ് ബോസിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, ABCD ധാരണയില്ലാത്ത 2 ടീംസാണ്. അപ്പോ ഷാനവാസിനെ താഴെ ഇട്ട പോലെ അനുമോളെയും താഴേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇത്. പിന്നെ ഇവൻ ഈ പറഞ്ഞ പോലെ 10 പേരുള്ള ഈ ഒരു പുള്ളി ഗ്യാങ്ങിനെ പൊട്ടിക്കാൻ വേണ്ടി 3 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇപ്പം ഇവര് തന്നെ പറയുന്നുണ്ട് തമ്മിൽ ഒരു കളി വന്നാൽ ഞങ്ങൾ കളിക്കും, അല്ലാതെ അവരെ പോലെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സരികയുടെ ആ ഒരു കേസ് പറയുന്നുണ്ട്, സരിക ഔട്ട് ആവുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും. പിന്നെ അപ്പാനിഷടുത്ത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞല്ലോ സരികയുടെ അടുത്ത് എന്റെ വൈഫ് രേഷ്മയെ പോയി കാണണം എന്നൊരു കാര്യം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അനുമോള് പറയുന്നുണ്ട് ഇവരാരെയും വിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം അപ്പാനിഷത്ത് അക്ബർ ടീമുകൾ ചെയ്യുന്ന പോലെ വട്ടം കൂടി നിന്ന് ഒരാളെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്രയും വലിയ ഗ്രൂപ്പൊന്നും അല്ല ഇവരുടെ, 3 പേര് ഇപ്പോ നിൽക്കുന്നുള്ളതേ ഉള്ളൂ, ഒരു അലയൻസ് പോലെ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. കണ്ടറിയാം അനുമോൾ ഈ ഒരു ഗ്രൂപ്പിൽ ചേരുമോ ഇല്ലയോ എന്നൊക്കെ.